CDPയുടെ പ്രിപ്പറേഷൻ ക്ലാസ്സസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മളൊരു പ്രീ കോഴ്സ് അസസ്മെന്റ് നടത്തിയിരുന്നു അല്ലേ? ഒരു ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ പേര് ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് ആദ്യം ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് ലെസന്റെ പ്ലാൻസ് ഇനി മുന്നോട്ടുള്ളത് എന്ന് ക്വിക്കായിട്ടൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ഇതാണ് അതിന്റെ ആ ഒരു ഓവർവ്യൂ പ്രീ കോഴ്സ് അസസ്മെന്റിന്റെ. അപ്പൊ ഇവിടെ ഞാൻ റാങ്ക് കൊടുത്തിരിക്കുന്നത് സബ്ജക്ട്സിനാണ്. കാരണം നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു, ഏത് സബ്ജക്റ്റ് ആണ് ഏറ്റവും ടഫ് എന്നുള്ളത്. അതായത് ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇവിടെ 4 സബ്ജക്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഏതാണ് ടഫ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ളത്, അതായത് ഏറ്റവും കൂടുതൽ പേര് കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുള്ളത് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അത് സോഷ്യൽ വർക്ക് ആണ്. സോഷ്യൽ വർക്ക് ഏകദേശം 66.18%. ഓക്കെ, ടോട്ടൽ ആൻസർ ചെയ്ത ആൾക്കാരിൽ. അപ്പോൾ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ 25 ചോദ്യങ്ങളിൽ ഏകദേശം 16 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ 16 ക്വസ്റ്റ്യൻസ് അതിനകത്ത് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ചും കൂടെ എന്താ പറയേണ്ടത്, ടഫായിട്ട് വന്നത് ഹോം സയൻസ് ആണ്. ഇപ്പൊ ഹോം സയൻസിൽ 13 ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നത്. അപ്പം ദാറ്റ് സ്റ്റാൻഡ്സ് അറ്റ് 52.73%. അപ്പൊ നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കിട്ടിയിരിക്കുന്നത്, അതായത് 1375 എന്ന് പറയുന്ന ഈ നമ്പർ ഇവിടെ കാണുന്നത് ടോട്ടൽ അറ്റംപ്റ്റ് ചെയ്ത ടൈംസ് ആണ്. ഓക്കെ, ഇത്ര തവണ ആ ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ 910 ടൈംസ് നമുക്കത് കറക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു പെർസെന്റേജിലേക്ക് എത്തുന്നത്. അതേപോലെ സോഷ്യോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1375 623 തവണ എല്ലാ സ്റ്റുഡൻസിന്റെയും കൂടെ എടുത്തിട്ട്, അപ്പൊ ഒരു സ്റ്റുഡന്റ് ആൻസർ ചെയ്യുമ്പോൾ അത് ഒരു തവണയായി, രണ്ടാമത്തെ ഒരു സ്റ്റുഡന്റും കൂടെ ആൻസർ ചെയ്യുമ്പോൾ അത് രണ്ടാമത്തെ തവണയായി. അങ്ങനെയാണ് 623 തവണ അതിലെ ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ദാറ്റ് സ്റ്റാൻഡ്സ് അറ്റ് 45.31. ആ ടോട്ടൽ 25 ക്വസ്റ്റ്യൻസിൽ ഇവിടെ 11 ക്വസ്റ്റ്യൻസ് അതിന് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സൈക്കോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 620 ടൈംസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് വന്നേക്കുന്നത് ഔട്ട് ഓഫ് 1375 അറ്റംപ്റ്റ്സ്. അപ്പൊ നമുക്ക് കാണാം 11% ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ സോഷ്യോളജി നോക്കിയാൽ 11.33 വന്നു, സൈക്കോളജി നോക്കിയാൽ 11.27. അപ്പൊ ഏറ്റവും ടഫായിട്ട് ഇവിടെ നിൽക്കുന്നത് സൈക്കോളജി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രീ കോഴ്സ് അസസ്മെന്റിന്റെ റിസൾട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു റിസൾട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമെയിലിൽ തന്നെ അത് ലഭിക്കും എന്നുള്ളത്. നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്താലുടൻ അത് ഇമെയിലിൽ ലഭിക്കും. അപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ളവർക്ക് ഞാൻ ഇന്ന് രാവിലെ അതിന്റെ ടെസ്റ്റ് റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇമെയിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇമെയിലിൽ വന്നിട്ടുണ്ടാകും, അതിനകത്തൊരു PDF അറ്റാച്ച്മെന്റ് കാണും. ആ അറ്റാച്ച്മെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനകത്ത് പെർഫോം ചെയ്തു, ഏതൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റി, ഏതൊക്കെ അറ്റംപ്റ്റ് ചെയ്തു, ഏതൊക്കെ അറ്റംപ്റ്റ് ചെയ്തില്ല എന്നുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അതിനകത്ത് ലഭിക്കും. അപ്പൊ ഇതേപോലെയുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഓരോ വീക്കിലും നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസിന്റെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈനായിട്ടായിരിക്കും അത് ചെയ്യുക. ആൻഡ് അതിന്റെ ഒരു അസസ്മെന്റ് ഉണ്ടാകും. ആ ഒരു അസസ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ അർത്ഥം നമ്മൾ കോഴ്സ് സൈക്കോളജിയിൽ ആണ് ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ ഇനി ലെസൺസ് ഇടാൻ പോവുകയാണ്. അത് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ സൈക്കോളജി നമുക്കറിയാം, മൊത്തം 25 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. 6 യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ യൂണിറ്റ് വൈസ് നമുക്ക് അതിനുള്ള മാർക്ക് കഴിഞ്ഞ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇനി വരുന്ന സിലബസിൽ ഓരോ യൂണിറ്റിൽ നിന്ന് എത്ര മാർക്ക് ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞേക്കും. ഇവിടെ ഇപ്പൊ നോക്കിയാൽ കാണാം യൂണിറ്റ് 4 സൈക്കോളജിക്കൽ പ്രോസസ്സസ്, അതാണ് ഏറ്റവും വലിയ യൂണിറ്റ്. ഓക്കെ, ഇനി ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതും ക്വൈറ്റ് ലാർജ് ആണ്. ഇനി പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ, അത് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ദാറ്റ് ഇസ് ഓൾസോ ക്വൈറ്റ് ലാർജ്. അപ്പൊ ഇവിടെ ഞാൻ ഈ ബിഗ് ലാർജ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ദ കോണ്ടന്റ്, നമുക്ക് എന്തുമാത്രം അതിൽ കവർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി യൂണിറ്റ് 3 നമുക്ക് സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ് ആണുള്ളത്. അത് മോഡറേറ്റ്ലി ലാർജ് ആണ്, 4ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം.
ഇനി യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ഇതാണ് ഏറ്റവും ചെറുത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഏറ്റവും ചെറുതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന. ആൻഡ് സോഷ്യൽ സൈക്കോളജി 6ാമത്തെ യൂണിറ്റ്, ഇതാണ് കമ്പാരിറ്റീവ്ലി സ്മോളർ. അതായത് ഈ യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ചെറുത്. നമ്മൾ എന്തായിരുന്നാലും യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി വെച്ച് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2ലേക്ക് പോകും, പിന്നെ നമ്മൾ 3ലേക്ക് വരും. ഇത് ജസ്റ്റ് ആ ഓരോ യൂണിറ്റ്സിന്റെയും വലിപ്പം ഇൻ ടേംസ് ഓഫ് കോണ്ടന്റ് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചത്. അപ്പൊ നമുക്ക് ഇനി ഇതിലെ ടോപ്പിക്സിലേക്ക് കടക്കുകയാണെങ്കിൽ, യൂണിറ്റ് 1 ആദ്യം നമുക്ക് അപ്രോച്ചസ് ടു സൈക്കോളജിയാണ് നോക്കേണ്ടതായിട്ടുള്ളത്. അതിൽ സ്ട്രക്ചറലിസം, ബിഹേവിയറിസം, ജസ്റ്റോൾ സൈക്കോളജി, ബയോളജിക്കൽ അപ്രോച്ച്, സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആൻഡ് കോഗ്നിറ്റീവ് അപ്രോച്ച്. ഇത്രയും ആദ്യത്തെ ടോപ്പിക്കിൽ കൊടുത്തേക്കുന്ന അപ്രോച്ചസ് ടു സൈക്കോളജി. അതിനുശേഷം നമുക്ക് മെത്തേഡ്സ് ഇൻ സൈക്കോളജി നോക്കണം. അതിനകത്ത് ഒബ്സർവേഷൻ ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, സർവേ ഉണ്ട്, എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇത്രയാണ് യൂണിറ്റ് 1 നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ്. ഇനി യൂണിറ്റ് 2 നമ്മൾ നോക്കിയാൽ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ് സെക്കൻഡ് യൂണിറ്റ്. അതിനകത്ത് നമുക്ക് ബ്രെയിൻ ആൻഡ് ബിഹേവിയർ, പിന്നെ ന്യൂറോൺ ആൻഡ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, synapse and neurotransmitters, CNS, cerebral hemisphere, hemispheric specialization, lobes, forebrain, midbrain, hindbrain, endocrine system, hormones and behavior, പിന്നെ ലിംബിക് സിസ്റ്റത്തില് ഹിപ്പോകാമ്പസും അമിഗ്ഡാലയും നോക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എവല്യൂഷൻ, ജീൻസ് ആൻഡ് ബിഹേവിയർ, അതിനുശേഷം സെൻസറി ആൻഡ് മോട്ടോർ പ്രോസസ്സിംഗ്, ദെൻ വി ഹാവ് ലോക്കലൈസേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ലോക്കലൈസേഷൻ ഓഫ് പെർസെപ്ഷൻ. ഇത്രയാണ് 2ാമത്തെ യൂണിറ്റിലുള്ള ടോപ്പിക്സ്. ഇനി 3ാമത്തെ യൂണിറ്റ് നോക്കിയാൽ ദറ്റ് ഇസ് സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. അതിനകത്ത് നമുക്ക് സെൻസറി ത്രെഷോൾഡ്സിൽ തുടങ്ങുന്നത്. ദെൻ വി ഹാവ് അറ്റൻഷൻ, ടൈപ്സ് ഓഫ് അറ്റൻഷൻ, മോഡൽസ് ഓഫ് അറ്റൻഷൻ, സബ്ലിമിനൽ പെർസെപ്ഷൻ, കളർ പെർസെപ്ഷൻ, ക്യൂസ്, പെർസെപ്ഷൻ ഓഫ് ഫോം, പാറ്റേൺ ഓർ ഓബ്ജെക്ട്സ്, ഫിഗർ ആൻഡ് ഗ്രൗണ്ട്, കോൺടോർ. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് നമുക്ക് നോക്കണം. അതിൽ സൈസ് കോൺസ്റ്റൻസി, ഷേപ്പ്, ഓറിയന്റേഷൻ, ബ്രൈറ്റ്നസ്. പിന്നെ ഇല്യൂഷൻസ്, ടൈപ്പ് ഓഫ് ഇല്യൂഷൻസ്, ESP, ദ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, ബയോളജിക്കൽ റിതംസ്, ഡ്രീംസ് ആൻഡ് സ്ലീപ്പ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കുറച്ചും കൂടെ ടോപ്പിക്സ്. ദെൻ വി ഹാവ് ASC ആൻഡ് മെഡിറ്റേഷൻ. അപ്പൊ ഇത്രയാണ് യൂണിറ്റ് 3 4ാമത്തെ യൂണിറ്റ് നോക്കിയാൽ വി ഹാവ് സൈക്കോളജിക്കൽ പ്രോസസ്സസ്. അതിൽ ആദ്യം ലേണിംഗിൽ തന്നെ നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, ഓപ്പറന്റ് കണ്ടീഷനിങ് ഉണ്ട്, കോഗ്നിറ്റീവ് ലേണിംഗ് ഉണ്ട്, ഒബ്സർവേഷണൽ ലേണിംഗ് ഉണ്ട്. നമ്മൾ നോക്കിയ ഈ ടോപ്പിക്സ് തന്നെ ഓരോന്നും ഒരു ഫുൾ ലെസൺ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കേണ്ടത് പറ്റും, അല്ലെ? ഫോർ എക്സാമ്പിൾ, ലേണിംഗ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ലാർജ് ഏരിയ. അതേപോലെ ഓപ്പറന്റ് കണ്ടീഷനിങ്, കോഗ്നിറ്റീവ് ലേണിംഗ്, അങ്ങനെ ഒബ്സർവേഷണൽ ലേണിംഗ്, അത് തന്നെ ദാറ്റ് ഇസ് വാട്ട് ആക്ച്വലി മേക്സ് ഇറ്റ് ബിഗ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് അടുത്ത ടോപ്പിക്കാണ് മെമ്മറി. മെമ്മറിയിൽ എൻകോഡിംഗ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ പ്രോസസ്, സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, ചങ്കിങ്, വർക്കിംഗ് മെമ്മറി, സിമാന്റിക് ആൻഡ് എപ്പിസോഡിക് മെമ്മറി, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി. ഇത്രയും മെമ്മറിയുടെ ഭാഗമായിട്ടുണ്ട്. ഇനി അടുത്തത് ഫൊഗെറ്റിംഗ്. സെയിം യൂണിറ്റ് തന്നെയാണ് യൂണിറ്റ് 4 ഫൊഗെറ്റിംഗ്. അതിൽ DK, ഇന്റർഫിയറൻസ്, റിപ്രഷൻ, അംനീഷ്യ, നിമോണിക്സ്. And then cognitive processes, images and concepts, prototypes, language, deductive and inductive reasoning, decision making, problem solving. We still have more. ഇനി വരുന്നത് മോട്ടിവേഷൻ ആണ്. അതിൽ നീഡ്, ഡ്രൈവ്, ഇൻസെന്റിവ്സ്, ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ മോട്ടീവ്സ്, ഹൈറാർക്കി ഓഫ് നീഡ്സ്, എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടീവ്സ്, ഇന്റലിജൻസിൽ കോൺസെപ്റ്റ്സ് ഓഫ് IQ, ഇമോഷണൽ ഇന്റലിജൻസ്. ഇനി നമുക്ക് 5ാമത്തെ യൂണിറ്റ് നോക്കാം. ഇതിനകത്ത് പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ ആണ്. അതിൽ അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി, മേജർ ഐഡിയാസ് ഓഫ് ഫ്രോയിഡ്സ് തിയറി. ഓക്കെ, പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചുള്ള ഫ്രോയിഡിന്റെ തിയറിയുടെ കാര്യമാണ് ഇവിടെ ഈ പറയുന്നത്. ദെൻ കംസ് ദി അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. അതിൽ സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് വരുന്നുണ്ട്, പിന്നെ പ്രൊജക്റ്റീവ് മെഷേഴ്സ്. ഈ 2 അസസ്മെന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ദെൻ DSM ആൻഡ് ICD, അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി. പിന്നെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. അതിൽ ADHD ഉണ്ട്, കോണ്ടക്ട് ഡിസോർഡർ ഉണ്ട്, ഒപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ ഉണ്ട്, ഇനി കുറച്ചും കൂടെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്, മൂഡ് ഡിസോർഡേഴ്സ്, ഷിസോഫ്രീനിയ ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇത്രയാണ് യൂണിറ്റ് 5 യൂണിറ്റ് 6 നമുക്ക് സോഷ്യൽ സൈക്കോളജി ആണ്. അതിൽ സോഷ്യൽ പെർസെപ്ഷൻ, അട്രിബ്യൂഷൻ, ഇംപ്രഷൻ ഫോർമേഷൻ, സോഷ്യൽ കോഗ്നിഷൻ,
പിന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ കൺഫേമിറ്റി, കംപ്ലയൻസ്, ഒബീഡിയൻസ്. പിന്നെ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ആൻഡ് വി ഹാവ് പ്രിജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ. അപ്പൊ ഇതാണ് നമ്മുടെ സൈക്കോളജിയുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ നോക്കിയിരുന്ന് സൈക്കോളജി പോലെ തന്നെ കുറച്ച് കൂടെ ടഫായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് സോഷ്യോളജി, അല്ലെ? അപ്പോൾ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ ഒരു സെക്കൻഡ് യൂണിറ്റ് ഒക്കെ ആകുമ്പം അതോടൊപ്പം ചെറുതായിട്ട് നമുക്ക് സോഷ്യോളജി ലെസൺസും കൂടെ അതോടൊപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയൊക്കെ ആയിരുന്നാലും ശരി തന്നെ ഒരു ദിവസം ഒരു 60 to 90 minutes തുടക്കത്തിൽ 1 മണിക്കൂറിൽ താഴെ വേണ്ടി വരുവുള്ളൂ. ബട്ട് ആസ് ദ ക്ലാസ് പ്രോഗ്രസസ് നമുക്ക് ഒരു 1.5 മണിക്കൂർ വരെയൊക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് സോഷ്യോളജിയും കൂടെ അതിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം സോഷ്യോളജിയും 25 മാർക്കിന്റെ ചോദ്യങ്ങളെ ഉള്ളൂ എങ്കിലും അവിടെയും ടോപ്പിക്സ് അല്ലെങ്കിൽ അവിടെയും സിലബസ് അത്യാവശ്യം ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. So thank you very much for watching this video and you have an excellent day. I will see you in class.